നമസ്കാരം സഹോദരങ്ങളെ, ഇതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. കണ്ണൻ പോലൂർ എന്നെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വോയിസ് ക്ലിപ്പിട്ട് എന്നെ അപകീർത്തിപ്പെടുത്തുകയാണ്. അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയി മുന്നോട്ട് വരുന്നത്. കണ്ണൻ പോലൂർ ഫേസ്ബുക്കിൽ എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. എടോ കണ്ണൻ കെ പോലൂരെ, നിന്നെ ഞാൻ ഒരിക്കലും കണ്ണൻ കെ പോലൂർ എന്ന് വിളിക്കാൻ പാടില്ല. കാരണം നീ വെറും കുഞ്ഞിക്കണ്ണനാ. മനസ്സിലായല്ലോ? നീ എന്നെപ്പറ്റി പറഞ്ഞത് ഞാൻ കാക്കയെ പോലെ കറുത്തിട്ടാണ്. പക്ഷെ നിൻ്റെ ഉള്ളു കറുപ്പാണ്. എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇത് ഒരു തരത്തിലും ദേശീയ അവാർഡല്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെയും ജനങ്ങളെ നീ വഞ്ചിക്കുകയാണ്. പോലൂർ നാട്ടിലെ ജനങ്ങളോട് നീ ഇപ്പോഴും പറയുന്നത് എനിക്ക് കിട്ടിയ ദേശീയ അവാർഡാണ്. അതൊരിക്കലും പറയാൻ പാടില്ല കുഞ്ഞിക്കണ്ണ. നീ ഫേസ്ബുക്കിൽ കൂടി എന്താ പറഞ്ഞത്? ഞാൻ കാക്കയെ പോലെ കറുത്തിട്ടാണ്. നീ എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ഞാൻ പുറത്ത് കറുപ്പാണെങ്കിലും ഉള്ളു വെളുത്തിട്ട് തന്നെയാ കണ്ണ. പക്ഷെ നിന്റെ ഉള്ളും പുറവും കറുത്തിട്ടാ കണ്ണ. നീ ഫേസ്ബുക്കിൽ പറയുന്നത് ഞാൻ വിഷം ചീറ്റിയെന്നാണ്. ഞാൻ എന്തിനാണ് വിഷം ചീറ്റേണ്ട ആവശ്യം? ഹൃദയ നൊമ്പരങ്ങൾ നിർമ്മിച്ചത് ഞാനാണ്. ഇതിന് ഒരു അവാർഡും കിട്ടിയിട്ടില്ല. പിന്നെ നിനക്കെങ്ങനെയാണ് ഒരു അവാർഡ് കിട്ടിയത്? നീ പറയുന്നത് നക്കാപ്പിച്ച പൈസ കൊടുത്തിട്ടാണ് ഇതെടുത്തതെന്ന്. നിനക്കറിയാം, എൻ്റെ പോക്കറ്റിൽ നിന്ന് 1,80,000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ പാട്ട് ചിത്രീകരിച്ചത്. എന്നിട്ടും ആശാരിനും കടിച്ച് ആശാരിച്ചിനെയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പാന്ന് പറഞ്ഞ പോലെ ഇനി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജനങ്ങളെ നുണമറിഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, പോലൂരിലെ എല്ലാ ജനങ്ങളെയും നീ പറ്റിച്ചിട്ട് ഇപ്പോഴും അവിടുത്തെ എല്ലാ കുട്ടികൾക്കും അറിയാം ഇത് നുണയാണെന്നുള്ള കാര്യം. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കണ്ണ. അറിയുന്നവർക്കറിയാം കണ്ണൻ്റെ സത്യം. അത് നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് പോലൂരിലെ ഏത് പുല്ലിനോട് ചോദിച്ചാലും ഏത് കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും അവർക്കറിയാം ഇത് മഹാ തട്ടിപ്പാണെന്ന്. നിഷാദ് നെടുമ്പറത്തെ പറ്റി നീ എന്താണ് കണ്ണ പറഞ്ഞത്? അറിയുന്നവൻ അറിയും, അല്ലാത്തവൻ ചൊറിയുമെന്ന്. പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കണം, കുറേ നിഷാദുമാർ ഇനിയും ഇവിടെ വരുന്നുണ്ട്, ഇതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. നീ മനസ്സിലാക്കുക കണ്ണ. സഹോദരങ്ങളെ, എനിക്ക് ആരോടും വിരോധമോ വിദ്വേഷമോ ഇല്ല. കണ്ണൻ പോലൂർ നാടിൻ്റെ ജനങ്ങളെ വഞ്ചിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരു അവാർഡും കിട്ടിയിട്ടില്ല. കണ്ണൻ പോലൂർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയി വന്നത്. ഫേസ്ബുക്കിൽ ഇനിയും പോസ്റ്റ് ഇട്ടാൽ ഞാൻ വീഡിയോ ആയി വീണ്ടും വരും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.